ഹലോ, എന്തൊക്കെയുണ്ട് എല്ലാവർക്കും വിശേഷം? നമ്മൾ ഇന്നും ക്രോഷ്യ തന്നെയാണ് കേട്ടോ ചെയ്യാൻ പോകുന്നത്. ചെറിയൊരു വ്യത്യാസമുണ്ട്. ഇന്നലത്തെ പോലത്തെ പിങ്ക് യാണല്ല, നമ്മൾ ഓറഞ്ച് യാണാണ് കേട്ടോ എടുത്തത്. ഇതും ഓഷലിൻ്റെ തന്നെയാണ് കേട്ടോ യാണ്. ഇതിൻ്റെ കവറ് എൻ്റെ ഇന്ന് മിസ്സായിപ്പോയി കേട്ടോ, അതുകൊണ്ടാണ് ഇങ്ങനെ തന്നെ ഞാൻ കൊണ്ടുവന്നത്. പിന്നെ നമ്മളിപ്പോൾ എടുക്കുന്ന പോലെ തന്നെ 4.5 mm ഹുക്കുമാണ് എടുത്തിട്ടുള്ളത്. അപ്പം ഫസ്റ്റ് തന്നെ നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും ഫസ്റ്റ് സ്ലിപ്പ് നോട്ട് ഇടണം കേട്ടോ. എന്തെങ്കിലും ഒരു കാര്യം പഠിക്കുകയാണെങ്കിൽ ഫസ്റ്റ് സ്ലിപ്പ് നോട്ട് ഇട്ടിട്ടില്ലെങ്കിൽ അതിൻ്റെ ബേസ് കിട്ടില്ല. അപ്പം സ്ലിപ്പ് നോട്ട് ഇടുക. സ്ലിപ്പ് നോട്ട് ഇടുന്നത് കഴിഞ്ഞ ക്രോഷ്യത്തെ എല്ലാ വീഡിയോയിലും ഞാൻ സ്ലിപ്പ് നോട്ട് ഇടുന്ന കാണിച്ചിട്ടുണ്ട്. അപ്പം അത് നോക്കി ചെയ്യാം കേട്ടോ. അപ്പം ഫസ്റ്റ് തന്നെ നമ്മൾ സ്ലിപ്പ് നോട്ട് ഇട്ടിട്ട് അതിൻ്റെ ഇടയ്ക്ക് ഹുക്ക് കയറ്റിയിട്ട് നമ്മളെപ്പോഴും ചെയ്യുന്ന പോലെ ചെയിൻ സ്റ്റിച്ച് ഇടാം. നമ്മൾ സ്ലിപ്പ് നോട്ട് ഇങ്ങനത്തേൽ മാത്രമേ ഇടുന്നുള്ളൂ. മാജിക് സർക്കിളിൽ നമ്മൾ സ്ലിപ്പ് നോട്ടല്ല ഇടുന്നത്. അപ്പം ഉടനെ തന്നെ മാജിക് സർക്കിൾ വരുന്നതായിരിക്കും. അപ്പം ഇതേപോലെ ചെയിൻ സ്റ്റിച്ച് 10 ഇടാം കേട്ടോ. ഞാനിപ്പം 10 ചെയിൻ സ്റ്റിച്ച് ഇട്ടിട്ടുണ്ട്. ഇനി ഒരു ചെയിൻ സ്റ്റിച്ചും കൂടി എക്സ്ട്രാ ഇടാം. അപ്പോൾ നമുക്ക് ടോട്ടൽ 11 ചെയിൻ സ്റ്റിച്ച് കിട്ടും. അപ്പം അത് നമ്മളൊന്ന് യാൺ ഓവർ ചെയ്യാം. ഞാൻ പറയുന്നത് ഈ കാണിക്കുന്ന സ്റ്റിച്ചിൻ്റെ പേരാണ് സ്ലിപ്പ് സ്റ്റിച്ച് എന്ന് പറയും. സ്ലിപ്പ് സ്റ്റിച്ച് എന്നാണ് ഇതിൻ്റെ പേര്. അപ്പം ഇനി ട്രിപ്പിൾ ക്രോഷറ്റും കൂടി വേണം. ഇപ്പോൾ ട്രിപ്പിൾ ക്രോഷറ്റ് ഞാൻ അന്ന് പഠിച്ചായിരുന്നു. ഇപ്പോൾ എത്ര നോക്കിയിട്ടും കിട്ടുന്നില്ല ഗൈസ്. അപ്പം ഞാൻ കുറേ ഇനി നോക്കിയിട്ട് വേണം കിട്ടാൻ. അപ്പോൾ അതിന് യാൺ ഓവർ ചെയ്യാൻ പാടില്ല. ഡയറക്റ്റ് തന്നെ ഒരു ചെയിൻ സ്റ്റിച്ച് വിട്ടിട്ടൊന്ന് ഹുക്കിലേക്ക് ഇറക്കി കൊടുക്കുക. എന്നിട്ട് ഈ കാണിക്കുന്ന പോലെ ഒന്ന് ചെയ്ത് കൊടുക്കുക. ഞാൻ ഒന്നും കൂടി ഒന്ന് കാണിച്ചു തരാം. ഇങ്ങനെ യാൺ ഓവർ ചെയ്യാൻ പാടില്ല ഗൈസ്. ഇങ്ങനെ യാൺ ഓവർ നമ്മൾ ഹാഫ് ഡബിൾ ക്രോഷറ്റിലൊക്കെ ഇങ്ങനെ യാൺ ഓവർ ചെയ്തിട്ടാണ് ഇതിങ്ങനെ 3 ലൂപ്പ് കിട്ടിയിട്ടാണ് നമ്മൾ ഓരോന്ന് ചെയ്യാറ്. പക്ഷേ ഇതിൽ വ്യത്യാസമുണ്ട് ഗൈസ്. ഇതിൽ വ്യത്യാസമുണ്ട്. നമ്മൾ ഇങ്ങനെ ചെയ്യാൻ പാടില്ല. നമ്മൾ യാൺ ഓവർ ചെയ്യാൻ പാടില്ല. രണ്ടാമത് വേണം നമ്മൾ യാൺ ഓവർ ചെയ്യാൻ. പകരം നമ്മൾ യാൺ ഓവർ ചെയ്യാതെ നമ്മൾ ഫസ്റ്റ് ചെയ്യുമ്പോൾ ഈ 11 ചെയിൻ സ്റ്റിച്ച് ഇട്ടിനല്ലോ. അപ്പം അത് 11 ചെയിൻ സ്റ്റിച്ച് വിട്ടിട്ട് 10ാമത്തെ ചെയിൻ സ്റ്റിച്ചിലേക്ക് ഹുക്ക് ഇറക്കുന്നതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അടുത്ത ചെയിൻ സ്റ്റിച്ചിലേക്ക് കയറി അപ്പം നമുക്ക് 2 ലൂപ്പ് കിട്ടും. ഒന്ന് യാൺ ഓവർ ചെയ്തിട്ട് ആ 1ാമത്തെ ലൂപ്പിലേക്കൊന്ന് എടുക്കുക. നമുക്ക് 2 ലൂപ്പ് കിട്ടും. അതിലേക്ക് തന്നെ 2ാമത്തെ ലൂപ്പും ഒന്ന് ഇറക്കി കൊടുക്കുക. ഇതിലത്തെ വ്യത്യാസം എന്ന് പറയുന്നത് യാൺ ഓവർ ചെയ്യാതെ നമ്മൾ ഇറക്കി കൊടുക്കുന്നതാണ് കേട്ടോ. ഞാൻ ഒന്നും കൂടി കാണിച്ചു തരുന്നുണ്ട്. ലാസ്റ്റ് ആകുമ്പോൾ ഞാൻ എല്ലാ ഇതും ഞാൻ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മൾ യാൺ ഓവർ ചെയ്യാതെ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് 2 ലൂപ്പ് കിട്ടും. ഒന്ന് യാൺ ഓവർ ചെയ്തിട്ട് 1ാമത്തെ ലൂപ്പിൻ്റെ ഇടയിൽ കൂടി ഒന്ന് വലിച്ചെടുക്കുക. അപ്പോൾ നമുക്ക് ഇതേപോലെ കിട്ടും. നമുക്ക് 2 ലൂപ്പ് കിട്ടും. ആ 2 ലൂപ്പിലെ ഏറ്റവും അടിയിലത്തെ ലൂപ്പ് ഉണ്ടാവുമല്ലോ, ആ ലാസ്റ്റ് ലൂപ്പിലേക്ക് ഒന്ന് ഇറക്കി കൊടുക്കുക. യാൺ ഓവർ ചെയ്യാതെ അതേ ഇതിൽ തന്നെ ഇറക്കി കൊടുക്കുക. ഞാൻ 4.5 mm ഹുക്കാണ് എടുത്തത്. നിങ്ങൾക്ക് ഏത് സൈസിലത്തെ ഹുക്ക് വേണമെങ്കിൽ എടുക്കാം കേട്ടോ. ഞാൻ എപ്പോഴും ഇതന്നെ ചെയ്യുന്നതുകൊണ്ട് ഇതിന് മാത്രമേ എടുക്കാൻ പാടുള്ളൂ എന്നൊന്നുമില്ല. ഏത് വേണമെങ്കിലും എടുക്കാം. അപ്പം നമ്മൾ അന്ന് ചെയ്ത ക്രോഷ്യേൻ്റെ ബൊക്കറ്റ് ഫ്ലവർ ബൊക്കറ്റ് ഉണ്ടല്ലോ, അത് ഏകദേശം കഴിയാറായി. ഞാൻ വൈറ്റ് റൗണ്ടും ഫുള്ളായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ലീവ്സും കൂടി ഞാൻ ചെയ്തിട്ടുണ്ട്. ഇനി അതിൻ്റെ ഫ്ലവേഴ്സ് മാത്രം ഒന്ന് ചെയ്തെടുത്താൽ മതി. ഫ്ലവേഴ്സും കൂടി ചെയ്തെടുത്താൽ നമ്മുടെ സംഭവം ഇവിടെ സെറ്റായി. ഞാൻ ഫ്ലവേഴ്സ് കുറേ എണ്ണം ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു 11-12 അത്ര ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ചും കൂടി ചെയ്യണം. ഇതാണ് അതിങ്ങനെ മടക്കി വെക്കുമ്പോൾ അതിൻ്റെ ലുക്ക് കിട്ടും. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എൻ്റെ ക്രോഷ്യ പ്രൊജക്റ്റിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതാണ് കേട്ടോ. അപ്പം അടുത്ത വീഡിയോ വരുമ്പോഴത്തേക്ക് ടാറ്റാ.